ഹലോ. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാന്ന് കരുതി ഞാനിങ്ങനെ ആലോചിച്ച് തല പുണ്ണായപ്പോൾ ഞാൻ ഓർത്തു, നമുക്കൊരു ലിപ് ബാം ആയാലോ? വീട്ടിൽ തന്നെ ഒരു ലിപ് ബാം ആക്കാലോ എന്ന് ഓർത്തു. വേറൊന്നും നോക്കിയിട്ടില്ല. 35 രൂപയ്ക്ക് ഞാൻ ഇൻസ്റ്റാമാർട്ടിന്ന് കുറച്ച് റെഡ് റോസ് ഒക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ത്രില്ലും സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ആണല്ലോ. അപ്പോൾ പൂ വേണ്ടവരൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ തണ്ടൊക്കെ മാറ്റി ഇതളുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ കണ്ട് അവർ ചതച്ചെടുത്തിട്ടാണ് ഇതിന് ചാറെടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പം ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് മിക്സർ ജാറിലിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള പുറപ്പാടിലാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഡ്രൈ ആയിട്ട് ഇട്ടപ്പം ജാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇതിന് ഫൈനൽ ലുക്കൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ പൊമഗ്രനേറ്റും വാട്ടർ മെലണൊക്കെ ജ്യൂസ് ചെയ്തെടുക്കില്ല, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാറാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടവൽ, ഇതും പുതിയതായിട്ട് വാങ്ങിയത് തന്നെയാണ്. നല്ല ടവലാണ് അത്യാവശ്യം, അതായത് കുറച്ചല്ലാണ്ട് ഒരുപാടധികം ഇരുന്നോട്ടേ എന്ന് കരുതി എല്ലാ ചാറും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് വറ്റും. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇയുടെ 2 ക്യാപ്സ്യൂൾസും കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയെന്ന് പറയുമ്പോൾ നമ്മൾ ആട്ടി വെച്ച വെളിച്ചെണ്ണയല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ പാരഷൂട്ടിൻ്റെ എണ്ണയാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. വേറെ ഒന്നിനുമല്ല, ഇതിന് മുകളിലുള്ള പാടകളൊക്കെ നമുക്ക് മാറ്റാനുണ്ട്. തിളപ്പിച്ചതിന് ശേഷമാണ് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ചൂട് വെള്ളത്തിൽ ഈ ബൗൾ ഇറക്കി വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത് കേട്ടോ. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇത് തിളച്ച് കുറച്ചൊക്കെ വറ്റണം. അപ്പോൾ ഇത് ഫൈനലി ഇതിങ്ങനെ ആയി വരുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ ബൗളാണ്. വീഡിയോയിൽ കാണുമ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിൽ അത്യാവശ്യം ചെറുത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു 4 to 5 hours കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പോൾ കാണിക്കാം. അതുവരെ ഞാൻ ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ 4-5 മണിക്കൂർ സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലിപ് ബാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എനിക്കിഷ്ടപ്പെട്ടു, കാരണം ഇത് ഞാൻ തന്നെയാണല്ലോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് ബാം. ഞാനൊരു 2 hour എക്സ്ട്രാ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രീസ് ആകാനായിട്ട്. അപ്പോൾ ലിപ് ബാം ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കളറും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതെന്താ, ഒരു വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം ഒരു പ്രത്യേക തരം ഇതാണല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ആ സന്തോഷം വേറെ ഒരിടത്തും കിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റോസ് ലിപ് ബാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ട്രൈ ചെയ്തോളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ലിപ് ബാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ വേറെയും നല്ല വീഡിയോസായിട്ടൊക്കെ വരാം. ബൈ ബൈ.